ചത്തപ്പച്ച പച്ച ചത്തപ്പച്ച. ചത്തപ്പച്ച എന്താണെന്നറിയോ? ചത്തപ്പച്ച അത് വേറൊന്നുമില്ല, രണ്ടാലൊന്ന്, അത്രേ ഉള്ളൂ. രണ്ടാലൊന്ന് കാര്യങ്ങൾ വേഗം തീരുമാനിക്കുക. വേഗം ഒന്നും നോക്കാനില്ല, പോയാൽ പോയി, കിട്ടിയാൽ കിട്ടി. അതാണ് ചത്താപ്പച്ച വേടിൻ്റെ അർത്ഥം തന്നെ. അപ്പോൾ ആ പടത്തിൻ്റെ ട്രെയിലർ അത് നമുക്ക് കണ്ടു നോക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഇംഗ്ലീഷാ? പേടിക്കണ്ട, ഞാൻ പഠിപ്പിച്ചെടുത്താ. പണ്ട് വാൾട്ടർ ഇവിടെ ഓണാക്കണം പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അമേരിക്കൻ ഐറ്റമാണ്, നമ്മുടെ നാട്ടിൽ ഇറക്കണ. കോസ്റ്റ്യൂം കുസ്തിയാ ഇത് പോയടാ. എടാ കോസ്റ്റ്യൂം കുസ്തിക്ക് നാടകീയത ഉണ്ട്, കലക്കൻ മ്യൂസിക്കും ഉണ്ട്. കാണാനാരുണ്ട്? ഇതാണോ നീയൊക്കെ പറഞ്ഞ പരിപാടി? എടാ നിനക്കൊക്കെ ഇവിടെ പണിയും ചെയ്ത് ജീവിക്കാൻ പാടില്ല. എടാ കാര്യം നിങ്ങൾ പറഞ്ഞ ഈ പരിപാടി എനിക്ക് മനസ്സിലാവണ്ടടാ. ഇവിടെ ഇരിക്കും നമ്മുടെ റെസ്ലിംഗ്. നമ്മൾ പഴയ കട്ടക്കാരല്ലേ, ഒന്ന് പിടിച്ചാലാ. ഇത് നമ്മ വിചാരിച്ച പോലെ അല്ലല്ല, കയ്യിന്ന് പോയല്ലടാ. എന്താ പറ്റിയേ? ബാറ്ററി ഇറങ്ങി. ഞാൻ എൻ്റെ കൊച്ചിൻ്റെ കൂടെ ഒന്ന് സമാധാനമായിട്ട് ജീവിക്കാൻ വന്നതാണ്. അത് നിങ്ങളുടെ കൂടി മാർഗം കൂടാനായിട്ടല്ല. ഇതോടെ തീർക്കണ കുടുംബടക്കം ഫുൾ പവർ. Next Friday Fight Night, the biggest Friday Fight Night. ഇനി ഒന്നും നോക്കണ്ട. ചത്തപ്പച്ച. അടിപൊളിയായി, സൂപ്പർ. അപ്പൊ നമുക്ക് സംസാരിക്കാം. വാൾട്ടർ ആരാണ്? ഇപ്പൊ ലാസ്റ്റ് നമ്മൾ കേട്ട വാൾട്ടറിന്റെ പിള്ളേരെ തൊടാൻ കരുത്തുള്ളവന്മാരുണ്ടെങ്കിൽ വാടാ 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 വാടാ. ഇപ്പൊ നിരന്തരം ആ വാക്കുകൾ തന്നെ കേൾക്കുകയുള്ളൂ. വാൾട്ടറിന്റെ പിള്ളേരെ തൊടാൻ പറ്റില്ല. അപ്പൊ ആരാണ് വാൾട്ടർ ആരാണെന്ന് ചോദിച്ചാൽ അത് മമ്മൂട്ടിയാണ് ഈ ചിത്രത്തിലെ വാൾട്ടർ എന്ന കഥാപാത്രമായിട്ട് വരുന്നത്. അപ്പൊ ഈ ചിത്രത്തിന്റെ ഇപ്പൊ ഈ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഇതൊരു രസത്തിന് തുടങ്ങിയ, ഒരു സൗഹൃദത്തിലൂടെ തുടങ്ങിയ ഒരു റിങ്ങിലെ റൗഡീസ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ റെസ്ലിംഗ് ആണ് സംഭവം. അതാണ് ഈ കോസ്റ്റ്യൂം ഗുസ്തി എന്ന് ഇവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സംഭവത്തെ ഇവരൊരു രസത്തിന് തുടങ്ങി, അതിങ്ങനെ ഇതിന് എന്താ പറയണ, ഒരു സ്റ്റൈലിഷായിട്ട് അവതരിപ്പിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അതിൽ ഒരു ചതി വരുന്നുണ്ട്, ഈ കഥയിൽ ഒരു ചതി വരുന്നുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. അതിൽ റോഷൻ തന്നെ പറയുന്നുണ്ട്, കൂടെ നിന്ന് ചതിക്കുന്നോടാന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത്തിരി സീരിയസ് ആവുകയാണ് കാര്യങ്ങൾ, കൈവിട്ട് പോവുകയാണ്. അപ്പം അതിലൊരു വിജയം കിട്ടണമെങ്കിൽ രണ്ടാലൊന്ന്, ചത്തപ്പച്ച. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള അടി കാര്യങ്ങൾ, കരുത്തൊരു ജീവമരണ പോരാട്ടമാണ് ഈ സിനിമയുടെ കഥ പറയുന്നത്. അതാണ് എനിക്ക് മനസ്സിലായ കാര്യം. അപ്പം എന്തായാലും ചിത്രം വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ കത്തും, അത് ഉറപ്പാണ്. യുവജനങ്ങൾക്ക് എന്നും ഹരമായിട്ട് ഇത്തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ കടന്നു വരേണ്ടത് എപ്പോഴും നല്ലത് തന്നെയാണ്. അപ്പം അടിപൊളിയായി മാറട്ടെ. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, ചത്താപ്പച്ച എന്ന മൂവി ഈ വരുന്ന ജനുവരി 22-ന് ലോകമെമ്പാടും റിലീസ് ചെയ്യാം. ആയിക്കോട്ടെ. ഈ ടീമിന്റെ കൂടെ ഞാനുണ്ട്, ജക്കറ. പിന്നെ എൻ്റെ അടുത്തൊരു സുഹൃത്തുമുണ്ട്. അതുകൊണ്ട് ഈ സിനിമയുടെ ആദ്യ ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്യാം. ചത്താപ്പച്ച. അടിപൊളി. അടുത്തൊരു സുഹൃത്ത് എന്ന് പറഞ്ഞത് വേറെ ആരുമല്ല, മമ്മൂക്ക തന്നെയാണ്. അതാണ് അടുത്തൊരു സുഹൃത്ത് എന്ന് ലാലേട്ടൻ പറയാൻ കാരണം. അടിപൊളിയല്ലേ, എല്ലാം കൊണ്ടാണ് കത്തിക്കയറട്ടെ. പിന്നെ വേറൊരു വീഡിയോ കൂടി ഇട്ടിട്ടോ, അതും കൂടി കണ്ടു നോക്ക്. ഇത് കിടിലൻ ഐറ്റമാണ്, ഇത് ചെയ്തു വെച്ചവരെ സമ്മതിക്കണം. ഇപ്പൊ ഈ ചത്താപ്പച്ച എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ പോയി കണ്ടതിന് ശേഷം അവരുടെ മനസ്സ് നിറഞ്ഞ സന്തോഷമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. നമ്മുടെ മനസ്സിലെ സൂപ്പർ ഹീറോസ് ആയിരുന്ന അണ്ടർടേക്കർ, അതുപോലെ തന്നെ ജോൺ സീന, അങ്ങനെയുള്ളവരൊക്കെ വന്നിട്ട് ചത്താപ്പച്ചയിലെ അഭിനേതാക്കളെ അഭിനന്ദിക്കുകയാണ് ഈ സിനിമ ചെയ്തതിന്. അപ്പൊ ആ വീഡിയോ ആണ് കാണാൻ പോണത്. കണ്ടോ, ഇത് കണ്ട കിട്ടുമല്ലേ, അണ്ടർടേക്കർ നിൽക്കണം. ഇപ്പൊ
കണ്ണീന്ന് ഇങ്ങനെ ധാരധാരായിട്ട് കണ്ണീരൊഴുകുകയാണ്. വിളിച്ച് പറയണ കൂട്ടുകാരോട് അടിപൊളി ഒരു പടം ഇറങ്ങിയിട്ടുണ്ട് മക്കളെ. ജോൺസീനൊക്കെ കണ്ണിങ്ങനെ നിറഞ്ഞു. അർജുൻ അശോകനെ കെട്ടിപ്പിടിക്കുന്നു, ലോക്കോ ലോബോനെ കെട്ടിപ്പിടിക്കുന്നു, റോഷനെ ഇങ്ങനെ സല്യൂട്ട് അടിക്കുന്നു. അടിപൊളിയായിട്ട് ചെത്തായിട്ടുണ്ട്. ഈ പണ്ടത്തെ കുറച്ച് റെസ്ലിംഗ് താരങ്ങളുണ്ട്, കിഡു സംഭവം. ഞാനൊക്കെ അവരുടെ കാർഡൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം. അതൊക്കെ ഇല്ല കയ്യില്. ലാസ്റ്റ് ആയിട്ട് പോണത് കണ്ട താരം നടന്നു പോണേ നോക്കിയേ. മമ്മൂക്കയാണ് പോകുന്നത്. അപ്പൊ ജനുവരി 22-ാം തീയതിയാണ് ചെത്താപ്പച്ച വരുന്നത്. സംഭവം കളറാവട്ടെ, അടിപൊളിയാവട്ടെ, സെറ്റാവട്ടെ. അപ്പൊ മറക്കണ്ട, റെസ്ലിങ്ങിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു കൈനീട്ടമായിട്ട് വെച്ചൊരു സിനിമയാണ്. മലയാളത്തിലെ ആദ്യത്തെ പരീക്ഷണ ചിത്രം എന്ന് പറയാൻ പറ്റിയ പടം. സെറ്റാവട്ടെ, അടിപൊളിയാവട്ടെ. ഇതിന്റെ ട്രെയിലർ ഇറങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. പക്ഷെ നമ്മളിപ്പോഴാണ് അതെടുത്ത് ഒന്ന് കൃത്യമായ രീതിയിൽ കണ്ടതും അതിന്റെ കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ചത്. അപ്പൊ പ്രിയപ്പെട്ടവരൊന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കും. പടം കളറാവട്ടെ, ചെത്തട്ടങ്ങൾ ചെത്തി മിനിങ്ങട്ടെ. മലയാള സിനിമയിൽ പുത്തൻ സിനിമകൾ ഇതേപോലെ വ്യത്യസ്ത സ്ഥലങ്ങളിലൊക്കെ കടന്നു വരട്ടെ. ആശംസകൾ.